PR ഒരു തരത്തിൽ ഗുണമാണ് എന്നാൽ അത് കുരുക്കാവാതെ നോക്കണം എന്നത് തന്നെയാണ്. ഏതായാലും PR ഏജൻസി വിവാദം ചർച്ച ചെയ്യാതെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ PR വിവാദം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിട്ടും ബിനോയ് വിശ്വം അവഗണിച്ചു. എക്സിക്യൂട്ടീവ് അംഗം വി ചാമുണ്ണിയാണ് PR വിവാദം ഉന്നയിച്ചത്. ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ ബിനോയ് വിശ്വം PR വിവാദം തൊട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, പ്രതിപക്ഷം വലിയ ആയുധമാക്കുകയാണ് മുഖ്യമന്ത്രിയുടെ PR വിവാദം. ഈ ലേഖനം എങ്ങനെ വന്നു, ആരാണ് അത് എഴുതി കൊടുത്തത് തുടങ്ങിയ ചോദ്യങ്ങൾ തന്നെ ഉയർത്തുന്നു. എന്നാൽ CPI ഇത് അറിഞ്ഞ മട്ടില്ല എന്നാണോ അതോ ചർച്ച വേണ്ട എന്നതാണോ CPI സംസ്ഥാന സെക്രട്ടറിയുടെ മാത്രം നിലപാടാണോ ഇത്? PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അനുദിനം മൂർച്ഛിക്കുകയാണ്. മാത്രമല്ല PR ഏജൻസിയും മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായുള്ള ബന്ധത്തിൽ ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങളുമുണ്ട്. ഈ വിവാദം വളരുമ്പോഴാണ് CPIക്ക് PR ഏജൻസി വിവാദത്തിൽ തികഞ്ഞ മൗനം ഉള്ളത്. മിനിഞ്ഞാന്ന് ചേർന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മുതിർന്ന അംഗമായ പാലക്കാട് നിന്നുള്ള വി ചാമുണ്ണി, അദ്ദേഹം കെയർഫെഡിൻ്റെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം ഈ PR വിവാദവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വരുന്ന വിവരങ്ങളും മറ്റും ചർച്ച ചെയ്യണം, അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. പഴയ കാനം പക്ഷക്കാരനായ വി ചാമുണ്ണി ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തോടെ കൂറുപുലർത്തുന്ന ആളുമാണ്. ചാമുണ്ണി ചൂണ്ടിക്കാണിച്ചിട്ടും ഈ PR വിവാദത്തെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടാൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എക്സിക്യൂട്ടീവ് യോഗത്തിൽ തയ്യാറായില്ല. അദ്ദേഹം ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കുകയോ പിന്നീട് ചർച്ചയിൽ ഉയർന്ന വിമർശനങ്ങൾക്കും മറ്റും മറുപടി പറയുമ്പോഴോ ഈ PR വിവാദത്തെപ്പറ്റി ഒരു അക്ഷരം പോലും, ഒരു പരാമർശം പോലും നടത്താൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് PR വിവാദം ഏറ്റുപിടിക്കുന്നതിൽ CPI നേതൃത്വത്തിന് ഒരു വിപ്രതിപത്തിയുണ്ട്, ഒരു താല്പര്യക്കുറവുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നത്. എന്തായാലും ഇതുവരെയും PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും ബിനോയ് വിശ്വമോ മറ്റു നേതാക്കളോ നടത്താൻ കൂട്ടാക്കിയിട്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിട്ടും ബിനോയ് വിശ്വം ഇക്കാര്യങ്ങളിൽ മിണ്ടിയില്ല എന്ന് തന്നെയാണ് ശ്രീജിത്ത്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.